പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കുറി UDF സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് വിലയിരുത്തൽ. താഴെത്തട്ടിൽ പ്രവർത്തകരില്ലാത്തതും DCC നേതൃത്വവുമായി ഭിന്നതയുള്ളവരെ പുറത്താക്കിയുമാണ് പ്രതിസന്ധിയാകുന്നത്. എന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്ന് DCC നേതൃത്വം അവകാശപ്പെടുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് സിറ്റിംഗ് MP ആന്റോ ആന്റണിയുടെ നിലപാട്. സീറ്റ് ലഭിച്ചാൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആന്റോ ആന്റണിയുടെ നാലാമൂഴമാകും. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തന്നെയാണ് ആന്റോ ആന്റണിയുടെ തീരുമാനം. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസും UDFും സജ്ജമാണെന്നും UDFും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്നും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അവകാശപ്പെടുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. 14 ജില്ലകളിൽ ആദ്യമായിട്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെ പത്തനംതിട്ട ജില്ല പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ 1078 ബൂത്ത് കമ്മിറ്റികളിൽ 1062 ബൂത്ത് കമ്മിറ്റികളും സജീവമായി. ഇക്കുറി UDF സ്ഥാനാർത്ഥിക്ക് വിജയം അത്ര എളുപ്പമാകില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമുഖ നേതാക്കളുടെ വിലയിരുത്തൽ. താഴെത്തട്ടിൽ പ്രവർത്തകരില്ല. DCC നേതൃത്വവുമായി അഭിപ്രായ ഭിന്നത ഉള്ള നേതാക്കളെയെല്ലാം DCC പ്രസിഡന്റ് ഇടപെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ UDFന് ക്ഷീണം ചെയ്യുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ SP സജൻ പറഞ്ഞു. കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം നിർജ്ജീവമാണ്. ആ അവസരത്തിൽ ഒരാൾ ഇങ്ങോട്ട് വന്ന് ജയിക്കാം, 3 പ്രാവശ്യം മത്സരിച്ചു, അതുകൊണ്ട് 4ാം പ്രാവശ്യം ജനം വോട്ട് ചെയ്തോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥിതിയല്ല. താഴെത്തട്ടിലേക്ക് ഇറങ്ങി ഈ നേതാക്കൾ വർക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അവരഭിപ്രായങ്ങൾ ആരായട്ടെ. ഈ ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കൾ കംപ്ലീറ്റ് പുറത്താണ്. ഇവരുമായിട്ടുള്ള അസംതൃപ്തി കൊണ്ട് മാറി നിൽക്കുകയാണ്. അവരെ കൊണ്ടുവരാതെ ഒരു കാരണവശാലും UDFന് ഇനിയുള്ള കാലത്ത് ജയിക്കാൻ പാടാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും നിരന്തരം അപമാനിച്ചു, നവകേരള സദസ്സിൽ പങ്കെടുത്തു എന്നിവ ആരോപിച്ചാണ് SP സജനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മുൻ DCC ജനറൽ സെക്രട്ടറി VR സോജി, മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോ, DCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സലിം P ചാക്കോ തുടങ്ങിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും താഴെത്തട്ടിൽ പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. RSPയുടെ യുവജന സംഘടനയായ RYFന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാണ് സലിം P ചാക്കോ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത്. പ്രാഗൽഭ്യമുള്ള നേതാക്കളെ വെട്ടിനിരത്തുന്ന DCC നേതൃത്വത്തിന്റെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിമത വിഭാഗത്തിന്റെ വിലയിരുത്തൽ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് UDF നേതൃത്വങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇക്കുറി അത്ര എളുപ്പമാകില്ല എന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും ഒപ്പം നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.